എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 4ാം സെമസ്റ്റർ ശാസ്ത്ര പഠനം അതിലെ 4ാമത്തെ യൂണിറ്റുമായിട്ടാണ്. യൂണിറ്റിന്റെ പേര് ശാസ്ത്ര ക്ലാസ് നിർവഹണം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കും. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോകളിലേക്ക് കടക്കാം. ശാസ്ത്ര ക്ലാസ് ആസൂത്രണത്തെക്കുറിച്ച് വിശദമായി മുൻ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ശാസ്ത്ര ക്ലാസ് ആസൂത്രണത്തെക്കുറിച്ച് നമ്മൾ 2ാമത്തെ യൂണിറ്റിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവര് ഒന്ന് പോയി കാണുക. ആവശ്യമായ തയ്യാറെടുപ്പുകളോടെ നിശ്ചയിക്കപ്പെട്ട പീരീഡിൽ ക്ലാസ് നിർവഹണത്തിൽ ഏർപ്പെട്ട് സ്വയം വിലയിരുത്തി മെച്ചപ്പെടുത്തുമ്പോഴാണ് ഒരു മികച്ച ടീച്ചർ രൂപപ്പെടുന്നത്. നമ്മുടെ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പീരീഡുകൾ അത് കൃത്യമായിട്ട് ക്ലാസ് നിർവഹണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അത് സ്വയം വിലയിരുത്തി കൂടുതൽ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ആലോചിച്ചത് മെച്ചപ്പെടുത്തുമ്പോഴാണ് ഒരു മികച്ച ടീച്ചർ രൂപപ്പെടുന്നത്. വിദ്യാലയ അനുഭവ പരിപാടി അഥവാ ഇന്റേൺഷിപ്പ് മുന്നോടിയായി വിശകലന ക്ലാസ് നിർവഹിക്കുകയും ക്ലാസ് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിലൂടെ അധ്യാപക നൈപുണ്യ വികാസത്തിന് സഹായിക്കുന്നു. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസ അനുഭവ പരിപാടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് വിശകലന ക്ലാസ് പിന്നെ ക്ലാസ്സുകൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ അധ്യാപക നൈപുണ്യ വികാസത്തിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു എന്നുള്ളത് കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആധുനിക വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഭാഗമായ ഡിജിറ്റൽ വിഭവങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതിനായി അനുയോജ്യമായ രീതിയിൽ പാഠാസൂത്രണം തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇന്ന് വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഒരു കാലമാണ്. ഈ ഒരു ആധുനിക വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടുള്ള ഡിജിറ്റൽ വിഭവങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾ അനുയോജ്യമായ രീതിയിൽ പാഠാസൂത്രണം തയ്യാറാക്കണം. ഇതിനായി ഈ ടീച്ചിങ് മാനുവൽ പോലുള്ള സങ്കേതങ്ങൾ നമുക്ക് വികസിപ്പിക്കാവുന്നതാണ്. കൂടാതെ സമഗ്ര വെബ് പോലുള്ള വെബ് പോർട്ടലുകളുടെ സാധ്യത ശാസ്ത്ര ക്ലാസ്സിൽ എങ്ങനെയായിരിക്കണമെന്നും അധ്യാപക വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള റിസോഴ്സുകൾ ലഭിക്കുന്ന ഒരു വെബ് പോർട്ടലാണ് സമഗ്ര. അപ്പൊ ഇതുപോലെയുള്ള വിവിധ വെബ് പോർട്ടലുകളുടെ സാധ്യത ശാസ്ത്ര ക്ലാസ്സിലും മറ്റ് ക്ലാസ്സുകളിലും എങ്ങനെയായിരിക്കണമെന്ന് ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശകലന ക്ലാസ്, അതിന്റെ നിരീക്ഷണം, വിലയിരുത്തൽ എന്നിവയെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ശാസ്ത്ര ക്ലാസ് വിശകലനം ചെയ്യുന്നതിനുള്ള ക്ലാസ് വിശകലന ടൂൾ രൂപപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ശാസ്ത്ര ക്ലാസ് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിശകലന ടൂള് രൂപപ്പെടുത്തുകയാണ്. ടീച്ചർ എഡ്യൂക്കേറ്ററുടെ നേതൃത്വത്തിൽ പൊതു ചർച്ചയിലൂടെ തയ്യാറാക്കിയ ക്ലാസ് വിശകലന രേഖ മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേറ്ററുടെ നേതൃത്വത്തിൽ പൊതു ചർച്ചയിലൂടെ തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ് വിശകലന രേഖയാണ് നമ്മൾ മെച്ചപ്പെടുത്തുക. അധ്യാപക വിദ്യാർത്ഥികൾ മുൻകൂട്ടി തയ്യാറാക്കിയ ടീച്ചിങ് മാനുവൽ അനുസരിച്ച് പഠന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. അധ്യാപക വിദ്യാർത്ഥികൾ എന്താണ്, മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ടീച്ചിങ് മാനുവൽ അനുസരിച്ചാണ് പഠന പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടത്. സഹപഠിതാക്കൾ വിശകലന ടൂളിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് നിരീക്ഷിച്ച് വിശകലനം ചെയ്യുന്നു. അപ്പോൾ ആ അധ്യാപികയുടെ കൂടെയുള്ള സഹപഠിതാക്കള് വിശകലന ടൂളിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് നിരീക്ഷിച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്നു. ഫലപ്രാപ്തി വിലയിരുത്തി പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതേപോലെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അവിടെ തിരിച്ചറിയാം. ഇനി വിശകലനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം ആസൂത്രണമാണ്. ക്ലാസ് നിർവഹിച്ച വിദ്യാർത്ഥി തയ്യാറാക്കിയ ബോധനശാസ്ത്രപരമായ അപഗ്രഥനം, ടീച്ചിങ് മാനുവൽ എന്നിവ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ ക്ലാസ് എടുത്തത് ആരാണോ അയാളുടെ ബോധനശാസ്ത്രപരമായിട്ടുള്ള അപഗ്രഥനവും ടീച്ചിങ് മാനുവലും ചർച്ചയ്ക്ക് വിധേയമാക്കണം. ആസൂത്രണവും നിർവഹണവും തമ്മിലുള്ള പൊരുത്തം, അവിടെ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാനായോ എന്നുള്ള കാര്യം കൂടെ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കണം. ഇനി അടുത്തതായിട്ട് നിർവഹണമാണ്. അധ്യാപക വിദ്യാർത്ഥി തയ്യാറാക്കിയ നിരീക്ഷണ പത്രികയുടെ അടിസ്ഥാനത്തിൽ
ക്ലാസ് നിർവഹണം സംബന്ധിച്ച സൂക്ഷ്മതലത്തിലുള്ള വിശകലനം നടത്തണം. അത് ഏതൊക്കെ ചോദ്യങ്ങളിലൂടെയാണ് നമുക്കതെന്താ അവിടെ ആ ഒരു കുട്ടി നേടാനുള്ള കാര്യങ്ങൾ നേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു പ്രോസസ്സിലൂടെയാണോ പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വിവിധ ചോദ്യങ്ങളിലൂടെ തന്നെ എന്ത് ചെയ്യാം, അതിന്റെ ഉത്തരങ്ങളിലേക്ക് എത്താം. ഒന്നാമത്തത് പ്രശ്ന സന്ദർഭം. മുന്നറിവുകൾ പരിശോധിക്കാൻ പര്യാപ്തമായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പഠന പ്രശ്നത്തിന്റെ അവതരണം എല്ലാ കുട്ടികളെയും എൻഗേജ് ചെയ്യാൻ പര്യാപ്തമായിരുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. പരികൽപ്പന രൂപീകരിക്കാനും അതിനെ ന്യായീകരിക്കാനും കുട്ടിക്ക് അവസരം നൽകിയിരുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. പ്രശ്ന വിശകലനത്തിന് സഹായകമായ രീതിയിൽ ചർച്ച നടന്നു എന്ന് നോക്കേണ്ടതുണ്ട്. ഈ ഒരു പഠന പ്രശ്നം കുട്ടികൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. എക്സ്പ്ലോർ ഘട്ടത്തിൽ ഓരോ കുട്ടിയും വേണ്ടത്ര വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. വിവരങ്ങൾ വിശകലനം ചെയ്യാനും അതിലൂടെ ശരിയായ നിഗമനങ്ങൾ രൂപീകരിക്കാനും ആവശ്യമായ ഇടപെടലുകൾ ടീച്ചർ നടത്തിയോ എന്ന് നോക്കേണ്ടതുണ്ട്. എക്സ്പ്ലെയിൻ ഘട്ടത്തിൽ നിഗമനങ്ങൾ ഫലപ്രദമായി ആശയവിനിമയം ചെയ്യുവാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. പുതിയ അറിവിനെ മുന്നറിവുമായി കൂട്ടിച്ചേർത്ത് അറിവിന്റെ ഉയർന്ന തലത്തിലേക്ക് ആ ക്ലാസ്സിലത്തെ കുട്ടികൾ എത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. എക്സ്റ്റെൻഡ് ഘട്ടത്തിൽ പുതിയ സന്ദർഭങ്ങളിൽ ആർജിച്ച അറിവ് പ്രയോഗിക്കാനുള്ള അവസരം കുട്ടിക്ക് ലഭിച്ചിരുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. ഇവാലുവേഷൻ ഘട്ടത്തിൽ പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ ഫലപ്രദമായിട്ട് നടന്നോ എന്ന് നോക്കേണ്ടതുണ്ട്. പുതിയ പ്രശ്നങ്ങളിലേക്ക് കുട്ടിയെ നയിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. ഇനി ക്ലാസ് അന്തരീക്ഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ആ ഒരു ക്ലാസ് അന്തരീക്ഷം ശിശു കേന്ദ്രീകൃതമായിരുന്നോ, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം എന്നിവയ്ക്ക് അവിടെ അവസരം നൽകിയിരുന്നു, ഈ കുട്ടികളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു, സംഘപ്രവർത്തനത്തിൽ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കിയിരുന്നു, ഉപകരണങ്ങളും വസ്തുക്കളും ആവശ്യത്തിന് ലഭ്യമാണോ, ശാസ്ത്രമൂല ക്രമീകരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ, കണ്ടെത്തലുകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള സമയവും സ്ഥലവും കുട്ടിക്ക് നൽകിയിട്ടുണ്ടോ, സുരക്ഷിതമായ പഠനാന്തരീക്ഷമായിരുന്നു അധ്യാപിക അവിടെ ഉറപ്പാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ക്ലാസ് അന്തരീക്ഷ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇനി പഠനോപകരണങ്ങളുടെ കാര്യത്തിലാവുമ്പോൾ ആശയ രൂപീകരണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഈ പഠനോപകരണങ്ങൾ ആവശ്യത്തിന് ലഭ്യമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതുണ്ട്. പരസ്പരം, സ്വയം, സംഘങ്ങൾ, ടീച്ചർ വിലയിരുത്തൽ എന്നിവയ്ക്കുള്ള അവസരം നൽകിയിട്ടുണ്ടോ, ഈ ഒരു പഠനത്തിന്റെ തെളിവുകൾ ദൃശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വിലയിരുത്തലിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്നുള്ളതും കൂടെ അവിടെ തിരിച്ചറിയാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ടീച്ചിങ് മാനുവലിനെ കുറിച്ചാണ്. ആവശ്യമായ സന്ദർഭങ്ങളിൽ വീഡിയോ, ചിത്രങ്ങൾ, ഓഡിയോ, പ്രസന്റേഷനുകൾ, റിപ്പോർട്ടുകൾ, വായനാ സാമഗ്രികൾ, വെബ്സൈറ്റുകൾ എന്നിവയിലേക്ക് ലിങ്കുകൾ നൽകി ടീച്ചിങ് മാനുവൽ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കുന്ന സംവിധാനമാണ് ഈ ടീച്ചിങ് മാനുവൽ. അപ്പൊ ഈ ടീച്ചിങ് മാനുവൽ എന്താന്നുള്ളത് ആദ്യമേ തന്നെ കൃത്യമായിട്ട് അറിയാം. ആവശ്യമായ സന്ദർഭങ്ങളിൽ വീഡിയോ, ചിത്രങ്ങൾ, ഓഡിയോ, പ്രസന്റേഷനുകൾ, റിപ്പോർട്ടുകൾ, വായനാ സാമഗ്രികൾ, വെബ്സൈറ്റുകൾ എന്നിവയിലേക്ക് അതിന്റെ ലിങ്കുകൾ നൽകി ടീച്ചിങ് മാനുവൽ നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ തയ്യാറാക്കുന്ന സംവിധാനമാണ് ഈ ടീച്ചിങ് മാനുവൽ. അല്ലാതെ നമ്മൾ എഴുതിയ ഒരു ടീച്ചിങ് മാനുവലിന്റെ ഒരു ഫോം അല്ല ഇതിലുള്ള. നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ തയ്യാറാക്കും. അതിന് ആവശ്യമായിട്ടുള്ള വീഡിയോകൾ, ചിത്രങ്ങൾ, ഓഡിയോ, പ്രസന്റേഷൻ, റിപ്പോർട്ടുകൾ, വായനാ സാമഗ്രികൾ, വെബ്സൈറ്റുകളൊക്കെ അതിന്റെ ഒക്കെ ലിങ്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ടീച്ചിങ് മാനുവലിൽ തന്നെ നൽകിയിട്ടുണ്ടാവും. ഇതിനെയാണ് ഈ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. അധ്യാപകർക്ക് വളരെ എളുപ്പത്തിലും ഫലപ്രദമായും ICT അധിഷ്ഠിത ക്ലാസ് അവതരിപ്പിക്കാൻ ഈ ടീച്ചിങ് മാനുവലിലൂടെ കഴിയും. പേപ്പറിൽ എഴുതി തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവലിന്റെ അല്ലെങ്കിൽ പാഠാസൂത്രണത്തിന്റെ ഭൗതിക പരിമിതികളെ മറികടക്കുന്നവയാണ് ഈ ടീച്ചിങ് മാനുവൽ. അപ്പൊ ഈ ടീച്ചിങ് മാനുവലിലൂടെ നമ്മൾ ഈ പേപ്പറിൽ എഴുതി തയ്യാറാക്കുന്ന ഒരു ടീച്ചിങ് മാനുവലിന്റെ ഭൗതികമായിട്ടുള്ള പരിമിതികളെ നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയും. ആവശ്യമുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തുന്നതിനും ആവശ്യമായ പഠനബോധന വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിനും ഈ ടീച്ചിങ് മാനുവൽ അവസരം നൽകുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളപ്പോൾ നമുക്ക് കൂട്ടിച്ചേർക്കലുകൾ നടത്താനും
മാറ്റങ്ങൾ വരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള പഠനബോധന വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിനും ഈ ടീച്ചിങ് മാനുവൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവസരം നൽകുന്നുണ്ട്. ഈ ടീച്ചിങ് മാനുവലിൽ ഡിജിറ്റൽ റിസോഴ്സുകൾ അവ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഉൾച്ചേർക്കാനും ഒരു മൗസ് ക്ലിക്കിൽ അവ പ്രദർശിപ്പിക്കാനും കഴിയും. അപ്പൊ ഈ ടീച്ചിങ് മാനുവലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് വേണ്ട സ്ഥലത്ത് ഉൾപ്പെടുത്താനും ഒരു ക്ലിക്കിലൂടെ തന്നെ അത് പ്രദർശിപ്പിക്കാനും നമുക്ക് കഴിയും. ഈ ടീച്ചിങ് മാനുവൽ രണ്ട് രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഒരു നിശ്ചിത ഫോർമാറ്റിൽ സ്വന്തം കമ്പ്യൂട്ടറിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ പോർട്ടലിന്റെ ഭാഗമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാം. ഈ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്ന വിധം നമ്മൾ 1ാം സെമസ്റ്ററിൽ പേപ്പർ 207 യൂണിറ്റ് 1 പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അവിടെ അതൊന്ന് നോക്കിയിട്ട് ആ ഭാഗം കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ICT അധിഷ്ഠിത ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ICT ജ്ഞാനം നേടിയ വിദ്യാർത്ഥികൾ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗത്തിന്റെ ETM തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ICT ജ്ഞാനം നേടിയിട്ടുള്ള ഓരോ അധ്യാപക വിദ്യാർത്ഥിയും ശാസ്ത്ര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗത്തിന്റെ ഒരു ETM തയ്യാറാക്കണം. തയ്യാറാക്കിയ ETM ഉപയോഗിച്ച് LCD, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് തുടങ്ങിയവയുടെ സഹായത്താൽ ഒരു ക്ലാസ് അധ്യാപക വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. വിശകലന ക്ലാസ്സിനു തയ്യാറാകുന്ന സന്ദർഭത്തിലും തുടർന്ന് സ്കൂൾ തലത്തിൽ പ്രായോഗിക അധ്യാപക പരിശീലനം നടത്തുന്ന ഘട്ടത്തിലും മേൽ പറഞ്ഞ വിധം വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടീച്ചിങ് മാനുവല് കഴിയുന്ന രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. വിവര സാങ്കേതിക വിദ്യ വഴി തയ്യാറാക്കിയ എല്ലാ സാമഗ്രികളും ഡിജിറ്റൽ പോർട്ട്ഫോളിയോയിൽ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. 2ാം സെമസ്റ്ററിലെ 207ാം പേപ്പറിൽ യൂണിറ്റ് 1 റെഫർ ചെയ്യാൻ കൂടി അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സമഗ്ര ആ വിദ്യാഭ്യാസ പോർട്ടല്, അതിന്റെ ആവശ്യകത, അതെന്ത് തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി കൈറ്റിന്റെ കീഴിൽ പൂർണ്ണമായും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ഒരു ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമാണ് സമഗ്ര റിസോഴ്സ് പോർട്ടൽ. അപ്പൊ എന്താണ് സമഗ്ര എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഓർത്തിരിക്കുക. നമ്മുടെ കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് കൈറ്റിന്റെ കീഴിൽ പൂർണ്ണമായും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ഒരു ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ പറയുന്ന സമഗ്ര റിസോഴ്സ് പോർട്ടൽ എന്നുള്ളത്. ഹൈടെക് സ്കൂൾ പദ്ധതിക്ക് അനുബന്ധമായി ആവശ്യമുള്ള ICT ഉപകരണങ്ങളും പരിശീലനം ലഭിച്ച അധ്യാപകരുമടങ്ങിയ സ്കൂളുകൾക്ക് ശരിയായ പാഠവിനിമയത്തിനുള്ള ഡിജിറ്റൽ ഉള്ളടക്കം ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ട് ആവശ്യമുള്ളത്ര ICT ഉപകരണങ്ങളും അതിന് കൃത്യമായി പരിശീലനം ലഭിച്ച അധ്യാപകരും അടങ്ങിയ സ്കൂളുകൾക്ക് ശരിയായിട്ടുള്ള പഠനവിനിമയത്തിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഉള്ളടക്കം ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ SCERTയുടെ അക്കാദമിക സഹായത്തോടെ കൈറ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ വിഷയങ്ങളുടെയും ഡിജിറ്റൽ ഉറവിടങ്ങളുടെ സമഗ്രമായ ശേഖരമാണ് സമഗ്ര വിഭവ പോർട്ടൽ. അപ്പോ നോക്കി, കൈറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ വിഷയങ്ങളുടെയും ഡിജിറ്റൽ ഉറവിടങ്ങളുടെ സമഗ്രമായിട്ടുള്ള ശേഖരമാണ് ഇത് സമഗ്ര വിഭവ പോർട്ടൽ എന്നുള്ളത് ഓർത്തിരിക്കുക. അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ഓൺലൈൻ സോഫ്റ്റ്വെയർ കേരളത്തിലുടനീളമുള്ള പൊതുവിദ്യാലയത്തിലെ സിലബസ് അധിഷ്ഠിത അധ്യാപന വിഭവങ്ങൾ സമഗ്രമായി കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുടനീളമുള്ള സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭവങ്ങൾ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. അധ്യാപകർ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോകള്, ചിത്രങ്ങള് എന്നിവയ്ക്കൊപ്പം PDB, GB, SWF, GIF തുടങ്ങിയവ പോലുള്ള നിരവധി ഇന്ററാക്റ്റീവ് പഠന വിഭവങ്ങൾ സമഗ്രയിൽ പങ്കുവയ്ക്കുകയും
വിദ്യാർത്ഥികൾക്ക് യാതൊരു നിയന്ത്രണവും കൂടാതെ ഈ ഉള്ളടക്കം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി കഴിയും. പഠന വിഭവങ്ങളെ വിഷയം, പാഠം, പാഠഭാഗം എന്ന രീതിയിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഫിൽട്ടറിംഗ് ക്രമീകരണങ്ങൾ സമഗ്രയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമഗ്രയില് വിഷയം, പാഠം, പാഠഭാഗം എന്ന രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട പാഠഭാഗം ഒക്കെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് കൂടെ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കുക. സമഗ്രയുടെ സാധ്യതകൾ കേവലമായ ഒരു റിസോഴ്സ് പോർട്ടൽ മാത്രമായി പരിമിതപ്പെടുന്നതല്ല. അപ്പൊ നമ്മുടെ സമഗ്രയുടെ സാധ്യത എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു റിസോഴ്സ് പോർട്ടൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്നതല്ല, അത് പൂർണ്ണമായി ഓൺലൈൻ പഠന മാനേജ്മെന്റ് സംവിധാനം എന്ന നിലയിൽ വിദ്യാർത്ഥികള്, അധ്യാപകര്, പൊതുജനങ്ങള്, അക്കാദമിക പ്രവർത്തകര് തുടങ്ങി എല്ലാ വിഭാഗത്തിലുള്ളവർക്കും ഉപകരിക്കുന്ന വിധത്തിലാണ് ഈ ഒരു സമഗ്ര തയ്യാറാക്കിയിട്ടുള്ളത്. കാലോചിതമായി ക്ലാസ് മുറികളിലെ പഠന പ്രക്രിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എളുപ്പമാക്കുന്നതിനുള്ള ഡിജിറ്റൽ ഉള്ളടക്കങ്ങളുടെ ഏക കേന്ദ്ര ശാശ്വത സ്രോതസ്സായിട്ടാണ് സമഗ്ര നിലകൊള്ളുന്നത് എന്നുള്ളത് കൂടി അവിടെ മനസ്സിലാക്കിയിരിക്കുക. മൈക്രോ പ്ലാനിങ്ങിന് പുറമെ ഓരോ അധ്യായത്തിന്റെയും യൂണിറ്റ് പ്ലാനും സമഗ്ര ലഭ്യമാകുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു മൈക്രോ പ്ലാനിങ്ങിന് പുറമെ ഓരോ അധ്യായത്തിന്റെയും യൂണിറ്റ് പ്ലാനും നമുക്ക് സമഗ്രയിൽ ലഭ്യമാവാറുണ്ട്. അധ്യാപകര്, പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർക്കുള്ള ബഹുതല ലോഗിനുകൾ സമഗ്രയിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. സമഗ്രയിൽ ലഭ്യമായ എല്ലാ ഈ റിസോഴ്സുകളും എവിടെ നിന്നും ഉപാധിരഹിതമായി നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രാദേശിക പരിമിതികൾ പരിഗണിക്കാതെ ടീച്ചർമാർക്ക് സംശയങ്ങൾ വ്യക്തമാക്കാൻ കഴിയുന്ന ചർച്ചയ്ക്കായുള്ള പ്രത്യേക ഫോറങ്ങൾ നമ്മുടെ ഈ പോർട്ടലിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, കന്നഡ എന്നീ ഭാഷകളിലെ എല്ലാ വിഷയങ്ങളുടെയും പാഠപുസ്തകങ്ങൾ സമഗ്രയിലെ ഈ പാഠപുസ്തകത്തിൽ ലഭ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് പ്രിന്റഡ് പാഠപുസ്തകങ്ങളുടെ അഭാവത്തിൽ പോലും വിഷയങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നുണ്ട്. www.samagra.kite.kerala.government.in നിന്നും സമഗ്ര നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് എന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മനസ്സിലാക്കി വെക്കുക. ശാസ്ത്ര വിഷയത്തിലെ സമഗ്രാസൂത്രണം മുതൽ പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം വരെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ മുന്നിൽ കണ്ട് നിർവഹിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ശാസ്ത്ര വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിലെ ആസൂത്രണം മുതൽ പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം വരെ നമ്മൾ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ചെയ്യാൻ എന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സാധ്യത മുന്നിൽ കണ്ട് നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയണം. ക്ലാസ് റൂം വിനിമയം ഫലപ്രദമാകണമെങ്കിൽ ആസൂത്രണം ശക്തപ്പെടണം. നല്ല ആസൂത്രണം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് റൂമിൽ വിനിമയം നടത്താൻ വേണ്ടിയിട്ട് കഴിയും. പഠന വിഭവങ്ങൾ ഡിജിറ്റൽ സാധ്യത ഉപയോഗിച്ച് വികസിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ ഈ പഠന വിഭവങ്ങൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ സാധ്യത ഉപയോഗിച്ച് വേണം വികസിപ്പിക്കാൻ. വിനിമയം, വിലയിരുത്തൽ, മികവുകൾ പങ്കുവെക്കൽ തുടങ്ങിയവയെല്ലാം സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. അപ്പോൾ വിനിമയം, അതേപോലെ തന്നെ വിലയിരുത്തല്, മികവുകള്, പങ്കുവെക്കൽ തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയും എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ജ്ഞാനനിർമ്മിതിക്ക് സഹായകമായ അനുഭവ സ്വാംശീകരണവും വിശകലനവും നിഗമന രൂപീകരണവും എല്ലാം നടക്കുന്നതിന് ഉതകുന്ന വിധം ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഒരു പഠനം എന്നുള്ളത് ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജ്ഞാനനിർമ്മിതിക്ക് സഹായകമായിട്ടുള്ള അനുഭവ സ്വാംശീകരണവും വിശകലനവും നിഗമന രൂപീകരണവും എല്ലാം നടക്കുന്നതിന് ഉതകുന്ന വിധമായിരിക്കണം നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ മാറേണ്ടത്. വിവര വിനിമയ സാങ്കേതിക വിദ്യയുടെ നീതിപൂർണമായ ഉപയോഗം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് സാധ്യമാക്കാൻ പറ്റുകയുള്ളൂ. ശാസ്ത്ര വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും
സർഗശേഷിയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന തിരിച്ചറിവ് കൂടി എന്ത് ചെയ്യുക അവിടെ അധ്യാപകർക്ക് ഉണ്ടാവുക. ഓരോ കുട്ടിക്കും സ്വതന്ത്രമായ പഠനത്തിനും പ്രവർത്തനങ്ങൾക്കും സഹായകമായ രീതിയിൽ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടണം. ഓരോ കുട്ടിക്കും സ്വതന്ത്രമായിട്ടുള്ള പഠനത്തിനും അതേപോലെ തന്നെ പ്രവർത്തനങ്ങൾക്കും സഹായകമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ IT ഉപയോഗം ചെയ്യുവാനുള്ള അവസരം നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം. പഠിതാക്കളെ കേവലം കാഴ്ചക്കാരും കേൾവിക്കാരുമാക്കി തീർക്കുന്നതിനു പകരം അവർക്ക് സജീവ പങ്കാളിത്തം നൽകുന്ന പഠന സന്ദർഭങ്ങളാണ് ഒരുക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരു വ്യവഹാര രീതിയിലായിരിക്കരുത് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, മറിച്ച് അവരുടെ സജീവ പങ്കാളിത്തം നൽകുന്ന പഠന സന്ദർഭമാണ് നമ്മൾ ഒരുക്കേണ്ടത്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സമഗ്ര വിദ്യാഭ്യാസ പോർട്ടൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ അവിടെ തിരിച്ചറിയാം. ജ്ഞാനനിർമ്മിതിയുടെ സാധ്യതകൾ പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് ICT സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായമായ വിധത്തിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും അവയുടെ വിനിമയത്തിനു വേണ്ട രൂപരേഖയും ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ പോർട്ടലാണ് സമഗ്ര. അപ്പോ ഈ ജ്ഞാനനിർമ്മിതിയുടെ സാധ്യതകള് പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ICT സാങ്കേതിക വിദ്യയിലൂടെ ഈ ഒരു പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായിക്കുന്ന വിധത്തില് ഈ ഒരു ഡിജിറ്റൽ പഠന വിഭവങ്ങളും അവയുടെ വിനിമയത്തിനു വേണ്ട പ്രവർത്തന രൂപരേഖയും ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പോർട്ടലായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സമഗ്രയെ മനസ്സിലാക്കാൻ. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ അക്കാദമിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും കൃത്യതയുടെയും സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ച് നിരന്തരം നവീകരിക്കുകയും ചെയ്യുന്ന സംവിധാനമായിട്ടാണ് നമ്മൾ ഈയൊരു സമഗ്രയെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പാഠാസൂത്രണം, വിനിമയം, മൂല്യനിർണയം, മോണിറ്ററിംഗ് തുടങ്ങിയ എല്ലാ പാഠ്യപദ്ധതി പ്രവർത്തനങ്ങളും സമഗ്രയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി സമഗ്രയുടെ പ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ആത്മവിശ്വാസമോടെ ക്ലാസ് മുറിയിൽ പഠനബോധന തന്ത്രങ്ങൾ അവതരിപ്പിക്കുവാൻ സഹായകമായ പാഠാസത്രങ്ങളുടെ ബൃഹത് ശേഖരം കൂടിയാണ് സമഗ്ര പോർട്ടൽ. അപ്പൊ നമുക്ക് ആത്മവിശ്വാസത്തോടെ ക്ലാസ് മുറികളിൽ പഠനബോധന തന്ത്രങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായകമായിട്ടുള്ള പാഠാസൂത്രണങ്ങളുടെ ഒരു ബൃഹത് ശേഖരം, ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു ശേഖരമുള്ള ഒരു പോർട്ടൽ കൂടിയാണ് ഈ സമഗ്ര. വിവിധ വിഷയങ്ങളുടെ സമഗ്രാസൂത്രണവും സൂക്ഷ്മാസൂത്രണവും ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സമഗ്രയില് വിവിധ വിഷയങ്ങളുടെ സമഗ്രാസൂത്രണവും ലഭ്യമാക്കിയിട്ടുണ്ട്, സൂക്ഷ്മാസൂത്രണവും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നറിയാം. അനുയോജ്യമായ പഠനതന്ത്രങ്ങള്, പഠന സാമഗ്രികള്, ഡിജിറ്റൽ റിസോഴ്സുകള്, മൂല്യനിർണയ പ്രവർത്തനങ്ങള്, കുട്ടികൾക്ക് തനതായി ഏറ്റെടുക്കാവുന്ന അസൈൻമെന്റ് എന്നിവയെല്ലാം അടങ്ങിയതാണ് ഇതിന്റെ ഘടന. അപ്പൊ സമഗ്രയില് അനുയോജ്യമായ പഠനതന്ത്രങ്ങളുണ്ട്, പഠന സാമഗ്രികളുണ്ട്, ഡിജിറ്റൽ റിസോഴ്സുകളുണ്ട്, മൂല്യനിർണയ പ്രവർത്തനങ്ങളുണ്ട്, കുട്ടികൾക്ക് തനതായി ഏറ്റെടുക്കാവുന്ന അസൈൻമെന്റുകളൊക്കെ എന്തിലുണ്ട്, നമ്മൾ ഈ ഒരു സമഗ്രയിലുണ്ട്. ഇതിനോടൊപ്പം വിഷയവുമായി ബന്ധപ്പെട്ടതും അധിക വിവരങ്ങൾ നൽകുന്നതുമായ നിരവധി ഡിജിറ്റൽ റിസോഴ്സുകളിലേക്കുള്ള ലിങ്കുകളും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് കൂടി അവിടെ തിരിച്ചറിയാം. സമഗ്രയിലെ വിഭവങ്ങൾ അധ്യാപകർ പരിശോധിച്ച് ഉചിതമായ സബ്ജക്റ്റ് കൗൺസിൽ ചർച്ച ചെയ്ത് മൂർത്തമാക്കുകയും ക്ലാസ് റൂം വിനിമയത്തിന് പ്രയോജനപ്പെടുത്തുകയും വേണം. അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സമഗ്രയിലെ വിഭവങ്ങൾ എന്ത് ചെയ്യണം, അധ്യാപകർ പരിശോധിക്കണം, എന്നിട്ട് ഉചിതമായ സബ്ജക്റ്റ് കൗൺസിലുകളിൽ അത് ചർച്ച ചെയ്ത് അത് മൂർത്തമാക്കുകയും ക്ലാസ് റൂം വിനിമയത്തിന് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തുകയും വേണം. കണ്ടും കേട്ടും പ്രവർത്തനത്തിലൂടെയും ഒക്കെ വിദ്യാർത്ഥി നേടേണ്ട അറിവുകളെയും ശേഷികളെയും പരിപോഷിപ്പിക്കുന്നതിനുതകുന്നതായിരിക്കണം സമഗ്രയിലെ വിഭവങ്ങൾ.
അപ്പൊ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും പ്രവർത്തനത്തിലൂടെയും ഒക്കെ തന്നെ വിദ്യാർത്ഥി നേടേണ്ട അറിവുകളും ശേഷികളും പരിപോഷിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ഈ സമഗ്രയിലെ വിഭവങ്ങൾ എന്ന് തിരിച്ചറിയാം. ഈ വിഭവങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതോടൊപ്പം സവിശേഷ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന വിധത്തിൽ അവയിൽ വേണ്ട മാറ്റം വരുത്തിയും ചിലത് സ്വയം നിർമ്മിച്ചും ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത് കൂടെ അവിടെ ഓർത്തിരിക്കുക. സ്വയം വികസിപ്പിച്ച വിഭവങ്ങൾ സമഗ്രയിലേക്ക് അപ്ലോഡ് ചെയ്യാനും അവസരമുണ്ട്. അത് നമ്മൾ ചെയ്യണം. ഇങ്ങനെ വിഭവങ്ങളുടെ പങ്കുവെക്കലിന്റെ ഒരു പൊതു ഇടമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ സമഗ്ര പോർട്ടല് മാറുന്നു എന്നുള്ളത് തിരിച്ചറിയാം. ഇനി സമഗ്ര ഉപയോക്താക്കളും അവരുടെ പ്രത്യേക അവകാശങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അധ്യാപികയ്ക്ക് പോർട്ടലിൽ പ്രവേശിക്കാനും പാഠാസൂത്രണ മാതൃകകൾ പരിശോധിക്കാനും ഡൗൺലോഡ് ചെയ്യാനും പഠന വിഭവങ്ങളുടെ പാഠാവതരണത്തിനനുസരിച്ച് ക്രമീകരിക്കാനും സാധിക്കുന്ന വിധത്തില് ലോഗിൻ സംവിധാനങ്ങൾ സമഗ്രയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യാപികയ്ക്ക് ഈ ഒരു സമഗ്ര പോർട്ടലിൽ പ്രവേശിക്കാനും പാഠാസൂത്രണ മാതൃകകൾ പരിശോധിക്കാനും അത് ഡൗൺലോഡ് ചെയ്യാനും ഈ പഠന വിഭവങ്ങളെ പഠനാവതരണത്തിനനുസരിച്ച് ക്രമീകരിക്കാനും സാധിക്കത്തക്ക വിധത്തിലുള്ള ലോഗിൻ സംവിധാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സമഗ്രയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പോർട്ടലിൽ ഓരോ അധ്യാപികയ്ക്കും ലോഗിൻ ചെയ്തുകൊണ്ട് പ്രവേശിക്കാം. ഇതിൽ പൊതുവായ ഇടവും വ്യക്തിപരമായിട്ടുള്ള ഇടവും ലഭ്യമാണ്. തന്റെ പോർട്ടലിൽ പൊതുവായി ലഭിക്കുന്ന റിസോഴ്സുകൾ, അത് ഓഡിയോ വീഡിയോകളൊക്കെ ആയിരിക്കും, ഉൾപ്പെടുത്തി തന്റെ പാഠാസൂത്രങ്ങളെ മെച്ചപ്പെടുത്തുവാനും സൂക്ഷിച്ചു വെക്കാനും വ്യക്തിപരമായ ഇടം അവസരമൊരുക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ഗുണമായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ക്ലാസ് മുറികളിലേക്ക് ആവശ്യമായ ഉള്ളടക്കങ്ങളുടെയും പഠനതന്ത്രങ്ങളുടെയും ലഭ്യത അനായാസം ഉറപ്പുവരുത്തുകയും സ്വതന്ത്രവും സർഗാത്മകവുമായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് അധ്യാപകന് അവസരമൊരുക്കുകയും ചെയ്യുന്ന സൈബർ സാധ്യതയാണ് സമഗ്ര എന്നുള്ളത് കൂടെ അവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. മേൽ പറഞ്ഞവയെല്ലാം പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, PTI എന്നീ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്കും ബാധകമായിട്ടുള്ളതാണ്. ഡയറ്റ്, SCRT തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ പരിശീലന ഗവേഷണ സ്ഥാപനങ്ങൾക്കും സ്കൂൾ പ്രഥമ അധ്യാപകർക്കും സമഗ്രയിൽ പ്രത്യേകം ലോഗിൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി രക്ഷകർത്താക്കളും പൊതുജനവും എന്നുള്ള ഭാഗത്ത് ആ സമഗ്രയുടെ ഉപയോഗത്തെ കുറിച്ചാണ് പറയുന്നത്. സമഗ്ര പോർട്ടൽ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ലോഗിൻ ചെയ്യാതെ തന്നെ സമഗ്രയിലെ ഡിജിറ്റൽ പഠന വിഭവങ്ങളും 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പും ചോദ്യശേഖരവും ലഭ്യമാണ് എന്നുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി അടുത്ത അധ്യാപകരുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു സമഗ്രയുടെ ഉപയോഗങ്ങളാണ് പറയുന്നത്. നിലവിൽ സജ്ജമായിട്ടുള്ള അവസ്ഥയിൽ അധ്യാപകരാണ് സമഗ്രയുടെ പ്രധാന പ്രയോക്താക്കൾ. ഏറ്റവും കൂടുതൽ ഉപകാരം ലഭിക്കുന്നത് ആർക്കാണ് സമഗ്ര പോർട്ടലിലൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാർക്കാണ്, അധ്യാപകർക്കാണ്. താഴെ പറയുന്ന രീതിയിൽ അധ്യാപകർക്ക് എന്ത് ചെയ്യാം, സമഗ്ര ഉപയോഗിക്കാം. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സമഗ്രയിൽ സഞ്ചയിച്ചിട്ടുള്ള റിസോഴ്സുകളിൽ നിന്ന് തങ്ങളുടെ പാഠാസൂത്രണത്തിന് അനുയോജ്യമായിട്ടുള്ള വിഭവങ്ങൾ ക്രമീകരിച്ച് ലിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം സമഗ്രയിലുണ്ട്. ഈ ലിസ്റ്റിലുള്ള വിഭവങ്ങൾ ക്ലാസ്സിൽ നേരിട്ട് ഉപയോഗിക്കുന്നതിനോ ഡൗൺലോഡ് ചെയ്യുന്നതിനോ ഉള്ള സൗകര്യം സമഗ്രയിലുണ്ട്. സമഗ്രയിൽ ലഭ്യമായിട്ടുള്ള പാഠാസൂത്രണങ്ങൾ പരിശോധിക്കുന്നതിനും അവയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയവ സ്വന്തം ലോഗിനിൽ ലഭ്യമായ ഇടത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കും. മാറ്റങ്ങൾ വരുത്തിയോ അല്ലാതെയോ ആയ ഏതു പാഠാസൂത്രണവും അധ്യാപകർക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സ്വന്തമായി നിർമ്മിച്ച ഡിജിറ്റൽ വിഭവങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനുള്ള സൗകര്യവും ഈ ഒരു സമഗ്ര പോർട്ടലിലുണ്ട്. തങ്ങളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ ചോദ്യങ്ങൾ ശേഖരത്തിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഈ ഒരു ഏതിലുണ്ട്, സമഗ്ര പോർട്ടലിൽ അധ്യാപകർക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശകലന ക്ലാസിന്റെ നിരീക്ഷണം, വിലയിരുത്തൽ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ടീച്ചിങ് മാനുവലിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ നേടണം. സമഗ്ര വെബ് പോർട്ടലിനെ കുറിച്ചും
ധാരണ നേടണം എന്നുള്ളത് തിരിച്ചറിയുക. ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. അടുത്ത യൂണിറ്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.